ഇന്നത്തെ ദിവസം വളരെ സന്തോഷം പകരുന്ന രണ്ടാമത്തെ വാർത്തയാണിത്. അതായത് ഇന്ത്യയും ബ്രിട്ടനും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. അന്തിമ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടൻ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ വാർത്തയാണെന്ന്. ഒന്നാമത്തെ വാർത്ത ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സഫ്രാനുമായിട്ട് ചേർന്ന് AMCAക്ക് വേണ്ടിയിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുകയാണ്. സോ അതാണ് ഏറ്റവും സന്തോഷം പകർന്ന ഒന്നാമത്തെ വാർത്തയെങ്കിൽ ഇതാ ഇപ്പോ രണ്ടാമത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഇന്ത്യ ബ്രിട്ടൻ തന്ത്രപരമായ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നു. ഈ മാസം അതായത് ജൂലൈ 23, 24 തീയതികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലണ്ടൻ സന്ദർശിക്കാൻ പോവാണ്. ഈ സന്ദർശനത്തിൽ ഔദ്യോഗികമായി പ്രധാനമന്ത്രി ഇന്ത്യ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ടുള്ള ചർച്ചകൾക്ക് ഒടുവിലാണ് ഇന്ത്യ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ചൈനയ്ക്ക് പോലും ബ്രിട്ടനുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ല. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ രാജ്യമാണ്. ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടൻ ഒപ്പുവെക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരാർ എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. അപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ചൈനയെ അവരൊരു അധിനിവേശ ശക്തിയായിട്ടാണ് കാണുന്നത്. ചൈന ലോകത്തിന് ഭീഷണിയാണെന്ന് കാണുന്നുണ്ട്. ചൈന മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് കാണുന്നുണ്ട്. അപ്പൊ ചൈനയുടെ മേലുള്ള വ്യാപാര രംഗത്തെ ആശ്രിതത്വം കുറച്ചു കൊണ്ടുവരണമെന്നും ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യവുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്തണമെന്നും ബ്രിട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ ഏറ്റവും മികച്ചൊരു പങ്കാളിയായിരിക്കുമെന്ന് ബ്രിട്ടൻ കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്ത്, GDP ഗ്രോത്ത്, യങ്സ്റ്റേഴ്സിന്റെ എണ്ണത്തിലുള്ള വർധനവ്, ടെക്നോളജി രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതി, ഡിഫൻസ് രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതി, ഇതൊക്കെ ഇന്ത്യ ഒരു ഭാവിയിലെ ഒരു മേജർ പവറായി മാറാൻ പോകുന്ന രാജ്യമാണെന്നും അപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കുമെന്നും ബ്രിട്ടൻ കണക്ക് കൂട്ടുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തം ബ്രിട്ടീഷ് കമ്പനികൾക്കും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ അവർക്കുണ്ട്. ഇങ്ങനെ ഒരു കരാർ വരുമ്പോൾ ഇന്ത്യൻ എക്സ്പോർട്സിന് ഇത് എത്രത്തോളം ഗുണം ചെയ്യും, ഇന്ത്യയുടെ എക്സ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ 99% ഇന്ത്യയുടെ എക്സ്പോർട്സ്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ഫുഡ്വെയർ, ജംസ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആക്സസ് UK മാർക്കറ്റിലേക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഇനി എക്സ്പോർട്ട് കുതിച്ചുയരാൻ പോവാണ് ബ്രിട്ടനിലോട്ട്. ഈ കാലയളവിൽ ചൈനയ്ക്കാണെങ്കിൽ തിരിച്ചടി നേരിടാൻ തുടങ്ങുകയും ചെയ്യും. കാരണം ചൈനയ്ക്ക് കിട്ടാത്ത ഇളവ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും നിലവിലെ വില വളരെയധികം കുറയാൻ പോവാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കി ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. നേരത്തെ അതിന് 150% താരിഫ് നമ്മൾ ചുമത്തിയിരുന്നത് എങ്കിൽ അത് 75% കുറയാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് വലിയ വ്യത്യാസം ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതിയിലും ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാർ ഡ്യൂട്ടി അതുപോലെ തന്നെ 100% നിന്ന് 10% കോട്ടയുടെ കീഴിൽ അത് കുറയുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ്പോർട്ടിലും നേരത്തെ ഉണ്ടായിരുന്ന താരിഫ് ഇന്ത്യ ഇനി നൽകുകയില്ല, അത് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സ്പോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ ആക്സസ് നമുക്ക് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കാലയളവ് നിശ്ചയിച്ചിട്ടില്ല. ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് നിശ്ചിത കാലയളവിലേക്ക് എന്ന് വെച്ചിട്ടില്ല. അതിനർത്ഥം ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആകാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഇത് കൂടുതൽ ഗുണം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യക്കായിരിക്കും. കാരണം ബ്രിട്ടനിൽ എന്ന് പറയുന്നത് വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. എന്നുവെച്ചാൽ ഓൾഡ് ഏജുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടുകയും യങ്സ്റ്റേഴ്സിന്റെ പോപ്പുലേഷൻ കുറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് നേരെ തിരിച്ചാണ്. ഇവിടെ യങ്സ്റ്റേഴ്സിന്റെ പോപ്പുലേഷൻ കൂടുകയാണ്. സ്വാഭാവികമായിട്ടും മാൻ പവർ ഇന്ത്യക്കാണ് കൂടുതൽ. അപ്പൊ ഇന്ത്യൻ കമ്പനികൾക്ക് ഇവിടെ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്താനും ഇവിടെ നിന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കയറ്റുമതി ചെയ്യാനും കഴിയും. ഇപ്പൊ ബ്രിട്ടനിലെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നാലും നോർമലി തന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം അവിടുത്തെ ആ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം. അവിടുത്തെ ലേബർ കോസ്റ്റ് കൂടുതലാണ്, മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ്, ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില താരതമ്യേന കൂടുതലാണ്. അത് ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാലും അത് ഇന്ത്യയിലെ താരതമ്യേനയുള്ള ബിസിനസ് രംഗങ്ങളെ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ നടത്തുന്ന പ്രൊഡക്ഷൻ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഇവിടെ ലേബർ കോസ്റ്റ് കൂടുതലാണ്, തൊഴിലാളികൾ ആവശ്യം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം മത്സര ബുദ്ധിയോടെ നമ്മുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ കഴിയും ഇന്ത്യക്കകത്തും പുറത്തും. അപ്പൊ ഇത് ലോങ് ടേമിലേക്ക് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ഒരു വ്യാപാരം എന്ന് പറയുന്നത് $60 ബില്യൺ നിന്ന് 2030 കൂടിയൊക്കെ നമുക്ക്
$120 ബില്യൺ ആയിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിലൂടെ UK എക്കണോമിക്കും കാര്യമായിട്ടുള്ള ഗുണമുണ്ടാകുമെന്ന വിലയിരുത്തലാണ് ബ്രിട്ടനുള്ളത്. ബ്രിട്ടൻ ഏതാണ്ട് 70ഓളം രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ന്യൂസിലാൻഡ്, അല്ലെങ്കിൽ ജപ്പാൻ, സിംഗപ്പൂര്, അല്ലെങ്കിൽ സെർബിയ, ഇങ്ങനെയൊക്കെയുള്ള കുറെ രാജ്യങ്ങളുമായിട്ട് ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വിയറ്റ്നാമുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ട്രേഡ് ഡീൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ. കാരണം വിയറ്റ്നാം ഇന്ത്യയുമായിട്ട് ഓൾറെഡി കോമ്പറ്റേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ടെക്സ്റ്റൈൽ രംഗത്ത് ഉൾപ്പെടെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഈ കാര്യത്തിൽ വളരെ വേഗത്തിൽ ചൈനയെ പോലെ തന്നെ ഡെവലപ്പ് ആകാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അതിനെയും ഓവർകം ചെയ്യാൻ ഇന്ത്യക്ക് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിയറ്റ്നാമിന് വളരെ ചെറിയ രാജ്യമാണ്, പോപ്പുലേഷൻ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ളതിനേക്കാൾ ലേബർ കോസ്റ്റ് വിയറ്റ്നാമിൽ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് വിയറ്റ്നാമുമായിട്ട് തീർച്ചയായിട്ടും മത്സരിക്കാനും അവരുടെ ആ ഒരു മത്സരത്തെ, ഈ നമ്മുടെ UK വിപണിയിൽ ഉണ്ടാകാനിടയുള്ള മത്സരത്തെ അതിജീവിക്കാനും കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ബ്രിട്ടൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് ഇന്ത്യക്കാണ്. അത് നമ്മുടെ ഇന്നത്തെ ഒരു എക്കണോമിക് ഗ്രോത്തും നമ്മുടെ പൊട്ടൻഷ്യലും കൊണ്ട് തന്നെയാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ EUമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. കാരണം ബ്രിട്ടൻ EUവിന്റെ ഭാഗമല്ലെങ്കിലും നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിലെ ഒരു രാജ്യമാണ്. മുൻപ് യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ബ്രിട്ടനുമായിട്ട് ഇന്ത്യ ഒരു വ്യാപാര കരാർ ഒപ്പിടുമ്പോൾ, അതും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ യൂറോപ്യൻ യൂണിയനെ സ്വാധീനിക്കും. ഫ്രാൻസ് നമ്മുടെ സഖ്യരാജ്യമാണ്. അതുപോലെ ഇറ്റലി നമ്മളുമായിട്ട് അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. ജർമ്മനിയുമായിട്ട് നമ്മൾ നല്ല ടേംസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകാതെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് ഈ ഒരു എഗ്രിമെന്റ് കൂടുതൽ ഒരു സഹായകരമാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. US-ഉമായിട്ടും നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത്, യൂറോപ്പുമായിട്ടും അതുപോലെ ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് ചെയ്യാൻ പോകുന്നു. ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട്, വേൾഡിലെ ടോപ്പ് എക്കണോമീസുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോർട്ടിംഗ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇത് ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. കാരണം എക്സ്പോർട്ടിങ്ങിന് നമുക്ക് കൂടുതൽ സാധ്യതകൾ വന്നാൽ അത് ഇന്ത്യക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെയുള്ള കമ്പനികൾ ഈ രംഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ മുമ്പിൽ വിപണി തുറന്നു കിടക്കുകയാണ്. എന്തുണ്ടാക്കിയാലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കൊണ്ട് വിൽക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ കൂടും. അത് ഇന്ത്യക്കുള്ളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. കമ്പനികൾ ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ തൊഴിലാളികൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടും. അപ്പോൾ അതിലൂടെ നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യും, എക്സ്പോർട്ടിംഗ് കൂടും. ഇത് ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഈ ചൈനയുടെ ഒരു മേധാവിത്വം വ്യാപാര രംഗത്തുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ബ്രിട്ടന്റെയും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ അമേരിക്കയുടെ മുമ്പിൽ വേറെ വഴികളില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ. ഇതിലൂടെ അവർക്ക് ഇന്ത്യൻ വിപണിയും കിട്ടും, നമുക്ക് അവരുടെ വിപണിയും കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാത്ത ചൈനയ്ക്ക് അവരുടെ പ്രോഡക്റ്റുകൾ വളരെ മത്സരബുദ്ധിയോടെ ഇന്ത്യയുമായിട്ട് മത്സരിച്ച് വിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ഓൾറെഡി ചൈനയിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. മാസ് പ്രൊഡക്ഷൻ നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ക്വാളിറ്റി ഒക്കെ ഇപ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഇന്ത്യയിൽ നടത്താൻ കഴിയും. ഇന്ത്യൻ കമ്പനികൾ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര വിപണികളിൽ നമുക്ക് ഉറപ്പായിട്ടും ചൈനയെ തകർക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ഇത്തരം ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളിലൂടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.